ഞാൻ എൻ്റെ മക്കളെ 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. എൻ്റെ മോൻ കഴിഞ്ഞ ദിവസം 18 വയസ്സ് വരെയാണല്ലോ കുട്ടി. ഞാൻ 18 വയസ്സ് വരെയാണല്ലോ അവനെ നിയന്ത്രിക്കുക. ഓനോട് എല്ലാ കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്യും. ഓൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കേൾക്കും. ഭാര്യ കേൾക്കുന്നു, ലോക അതിന് നേരെയില്ല എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. ഓൻ എല്ലാ കാര്യവും എന്നോട് വന്നു പറയും. കഴിഞ്ഞ ഞാൻ അമ്മേൻ്റെ ഫോൺ എടുത്ത് വിളിച്ചോ, അത് വേണ്ട. ഞാൻ അച്ഛമ്മേൻ്റെ ഫോൺ അപ്പുറതാ, അതെനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു സ്വന്തമായി ഫോൺ വേണം. ഞാൻ ചോദിച്ചു എന്തിനാണ് എനിക്ക് സ്വന്തമായിട്ട് ഫോണ്? സ്വന്തമായി ഫോൺ വേണമെന്ന് പറഞ്ഞ പോനെന്തിനാ? ഓന്റെ വാദം എന്നറിയോ? വിഷ്ണുവിനും കൃഷ്ണുവിനും മുഹമ്മദിനെല്ലാം ഉണ്ടല്ലോ, ഓല വാപ്പി ഓല അച്ഛനെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ അച്ഛൻ എന്താ എനിക്ക് വാങ്ങിച്ചു തന്നാൽ? ഞാൻ പറഞ്ഞു മോനെ 18 വയസ്സ് വരെ ഇനി കുട്ടിയാണ്. 18 വയസ്സ് വരെ മൊബൈൽ ഫോൺ വിളിക്കാൻ വേണ്ട ഉപകരണമാണെന്ന് പറഞ്ഞത്. എനിക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കാം, അച്ഛൻ്റെ ഫോണുണ്ട്. ഇനി പഠിക്കാനാണെങ്കിൽ എനിക്ക് നല്ലൊരു കമ്പ്യൂട്ടറും ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അപ്പുറം വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്തിനാ 18 വയസ്സ് വരെ സ്വന്തമായിട്ട് ഫോണിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ആവശ്യമല്ല, വിഷ്ണുവിനും കൃഷ്ണുവിനും ഉണ്ട് എന്നാ. ഞാൻ അവനോട് പറഞ്ഞു ഒറ്റ വർത്താനേ ഉള്ളൂ, എനിക്ക് ഫോൺ വാങ്ങുന്നതിനൊന്നും ഞാൻ എതിരല്ല. എനിക്ക് ഫോൺ വേണമെങ്കിൽ 18 വയസ്സായിട്ട് പണിക്ക് പോവുക, കൂലി വാങ്ങുക, ശമ്പളം വാങ്ങുക, ആ പൈസ കൊണ്ട് ഫോൺ വാങ്ങുക. അവൻ എന്നെ കൊഞ്ഞനം കുത്തിയിട്ട് ഒരൊറ്റ പോകുക. ഞാൻ വെച്ചോ അവൻ്റെ അടി കിട്ടി ഞാൻ മരിച്ചെന്നാ. അടിച്ചില്ല അവൻ. 2ാമത്തെ ആഴ്ച അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞെന്നറിയോ, മുടി ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരൂ പ്രഭോ, ഇരിക്കൂ. ഞാൻ ചോദിച്ചു എന്തിനാണ് മുടി ഇങ്ങനെ ആക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ വിഷ്ണുവും കൃഷ്ണുവെല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിഷ്ണുവിനെയും കൃഷ്ണുവിനും നിനക്ക് നോക്കാനാവില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഓനെയും കൂട്ടിയിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ബാർബർ ഷോപ്പിൽ ആളോട് ചോദിച്ചു മുടി ഇങ്ങനെ ആക്കുവാൻ എത്രയാവുന്നു? ഓൻ പറഞ്ഞ് 750 ഉറുപ്പ്യ പോലും മുടി ഇങ്ങനെ ആക്കുവേ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, മുടി ഇങ്ങനെ ആക്കാൻ. ഓൻ പറഞ്ഞ 750 ഉറുപ്പ്യ കൊണ്ട് മുറിച്ചാൽ ഇങ്ങനെ നിൽക്കൂല, അങ്ങനെ നിൽക്കണമെങ്കിൽ ഒരു ജെല്ല് വരട്ടണം പോലും. ജെല്ലിന് 1250 ഉറുപ്പ്യ ഉണ്ട് പോലും. 2000 ഉറുപ്പ്യ എൻ്റെ 4ാം ക്ലാസ്സിലെ ചെക്കൻ്റെ മുടി ഇങ്ങനെ നിൽക്കാൻ. ഞാൻ പറഞ്ഞ് തിന്നാൻ തന്നെ പൈസ ഇല്ല പൊട്ട. അന്നേരത്തെ അതിൻ്റെ മുടി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ 7ാം ക്ലാസ്സിലെ മോള് ഇവൻ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഓനെന്താ പറഞ്ഞെന്നറിയോ? ആ പെണ്ണ് ഇവനോട് പറഞ്ഞു കൊടുത്തേ, എടാ നീ അച്ഛനോട് ചോദിക്കടാ, നമ്മളെ മുടിയിൽ നമുക്കൊരു അവകാശം ഇല്ലേ എന്ന് ചോദിക്കടാ അച്ഛനോട്. ഈ അന്താം വിട്ട 4ാം ക്ലാസ് വരെ എന്നോട് ചോദിക്കാം എൻ്റെ മുടിയിൽ എനിക്കൊരു അവകാശം ഇല്ലേ അച്ഛാ? ഞാൻ ഇങ്ങോട്ട് പോകാൻ മോനെ, 18 വയസ്സ് വരെ എൻ്റെ മുടി, എൻ്റെ മുടി, എൻ്റെ അമ്മേൻ്റെ മുടി അങ്ങനെ ഇല്ല, നമ്മുടെ മുടി. ഓനില്ലേ ഇങ്ങനെ ദേഷ്യം വിളിച്ച് ഞാൻ വീണ്ടും നമ്മളെ സ്ഥിരം വർത്താനം പറഞ്ഞു, ഇനി മുടി ഇങ്ങനെ ആക്കുന്നതിനൊന്നും ഞാനെതിരല്ല. 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയി ശമ്പളം വാങ്ങി മുടി ഇങ്ങനെയോ ആക്കുക.